ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP4ടെക്കിന്റെ മറ്റൊരു വീഡിയോയിലോട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയാൻ പോകുന്നത് വെച്ചാൽ മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് GT തമ്മിലുള്ള മത്സരത്തിന്റെ പ്രിവ്യൂസും പ്രിഡിക്ഷൻസ് ആണ്. ഒരുപാട് ടിപ്സ് നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു വീഡിയോയിലുണ്ട്. വീഡിയോ മസ്റ്റ് ആയിട്ട് തന്നെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അത് കൂടാതെ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തതാണെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ മെമ്പേഴ്സ് ഗ്രൂപ്പും ഉണ്ട്, ഒഫീഷ്യൽ ഗ്രൂപ്പും ഉണ്ട്. അതിലാണ് ടിപ്സും കാര്യങ്ങളൊക്കെ തരാറുള്ളത്. അത് കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വേണ്ട വീഡിയോസൊക്കെ വരിക, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ മുംബൈ വേഴ്സസ് GT തമ്മിലുള്ള മത്സരത്തിൻ്റെ പ്രിവ്യൂസിലോട്ട് കിടക്കാം. മത്സരം നടക്കുന്നത് മാർച്ച് 24 കൃത്യം 7:30 മത്സരം നടക്കുന്നത് നമ്മുടെ ഗുജറാത്തിൻ്റെ ഹോം ഗ്രൗണ്ടായ അഹമ്മദാബാദിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗുജറാത്തിൻ്റെ ക്യാപ്റ്റൻ ആരാ ഇപ്പോൾ? ഹർദിക് പാണ്ഡ്യ ഒന്നും അല്ല കേട്ടോ, മാറി ഗില്ലാണിപ്പോൾ. അപ്പോൾ നമ്മുടെ മുംബൈ ഇന്ത്യൻസിൻ്റെ ക്യാപ്റ്റൻ ആരാ? രോഹിത് ഒന്നല്ല, ഹർദിക് പാണ്ഡ്യയാണ്. ഭയങ്കര ചേഞ്ചായി പോയി, വല്ലാത്ത ചേഞ്ചായി പോയി. എന്തുകൊണ്ടെന്നൊന്നും അറിയത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ മത്സരത്തിലോട്ട് തിരിച്ചു വരാം. ഇപ്പോൾ അവിടുത്തെ ചൂടൊക്കെ പറയുന്ന സമയത്ത് 38 ഡിഗ്രിയാണ് പകല് താപനില. ഏകദേശം നൈറ്റ് ആകുമ്പോൾ 25 to 28 ഡിഗ്രി വരുന്നത്. അപ്പോൾ പിച്ചിന് പിച്ചല്ല, വെതർ കണ്ടീഷനൊന്നും അധികം ബാധിക്കത്തില്ല. അതുകൂടാതെ കുറച്ച് ഡ്രൈ ആവുന്ന സമയത്ത് സ്പിന്നും ബൗൺസും കുറച്ച് സീനാണ്. ബൗൺസ് പേസ് ബോളേഴ്സിന് ഓക്കെയാണ്, സ്പിന്ന് കുറച്ച് പ്രശ്നമാണ്. അതുകൂടാതെ സ്പിന്ന് കുറച്ച് സീനാണ്, ഫാസ്റ്റ് ബോളേഴ്സ് ഓക്കെയാണ്. ആ പറഞ്ഞ പോയിന്റ് കറക്റ്റാണ്. ഞാൻ അവിടെ വായിച്ച് ഭയങ്കര കൺഫ്യൂഷൻ ആവുന്നുണ്ട്. സ്വിങ് ആവാനുള്ള പോസിബിലിറ്റീസ് ആയിയാണ് കേട്ടോ. നമ്മുടെ റാഷിദ് ഖാനെ ഒന്ന് സൂക്ഷിക്കണം. അതുപോലെ തന്നെ പേസ് ബോളേഴ്സിന് വിക്കറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് ഡെത്ത് ഓവേഴ്സിൽ. ആ ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു പിച്ചിനെ പറ്റി പറയുന്ന സമയത്ത് റെഡ് സോയിൽ പിച്ചാണ്. റെഡ് സോയിൽ പിച്ച് എന്ന് പറഞ്ഞാൽ ബൗൺസ് ആയുള്ള പോസിബിലിറ്റീസ് ഹൈയാണ്. ഡ്രൈ പിച്ചിനെയാണ് റെഡ് സോയിൽ പിച്ച് എന്ന് പറയുക. പിന്നെ അതുകൂടാതെ പറയുന്ന സമയത്ത് കുറച്ച് ഹാർഡ്നെസ് ആണ്. റീസെൻറ്റ് മാച്ചസ് ബാറ്റേഴ്സ് കൊണ്ട് ഫ്രീലി ബാറ്റിംഗ് സിസ്റ്റം. ഓക്കെ, ബാറ്റിംഗ് നല്ല രീതിയിൽ നല്ല സപ്പോർട്ടുണ്ട്. ഫസ്റ്റ് ബാറ്റിംഗ് നല്ലൊരു ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. സോ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ എന്തായാലും കൺസിഡർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ ചൂടിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. പിന്നെ ഈ പിച്ചുള്ള കുറേ റെക്കോർഡുണ്ട്, വലിച്ചു വാരി റെക്കോർഡ് ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാം നമുക്ക് നോക്കാം. നരേന്ദ്രമോദി സ്റ്റേഡിയത്തിനെ പറ്റി പറയുമ്പോൾ 7 മത്സരമാണ് ഇവിടെ കളിച്ചിട്ടുള്ളത്. 4 ഫസ്റ്റ് ബാറ്റിംഗ് വിൻ ചെയ്തു, 3 സെക്കൻഡ് ബാറ്റിംഗ് വിൻ ചെയ്തു. ഓക്കെ, അതുകൂടാതെ ഫസ്റ്റ് ഇന്നിംഗ് ആവറേജ് സ്കോർ 188 റൺസാണ്. GT 200-300 അല്ല 260 എന്തൊക്കെ അടിച്ചിട്ടുണ്ടെന്ന് തന്നെ എൻ്റെ ഒരു ഓർമ്മ കഴിഞ്ഞൊരു സീസണിൽ. ഫസ്റ്റ് ഇന്നിങ്സ് 188, സെക്കൻഡ് ഇന്നിങ്സ് 152. ഹയസ്റ്റ് സ്കോർ 234. 20 ഓവേഴ്സ് ഇന്ത്യ വേഴ്സസ് ന്യൂസിലാൻഡ് തമ്മിൽ കളിച്ചത്. അതൊന്നുമല്ല, വേറെ ഏതൊക്കെ ഉണ്ട്. പിന്നെ ലോവസ്റ്റ് സ്കോർ 66 ഓൾ ഔട്ടാണ്. ഇന്ത്യ വേഴ്സസ് ന്യൂസിലാൻഡ് കളിച്ച തന്നെയാണ് ഹയസ്റ്റ് സ്കോർ. അതായത് ഈ ഒരു റീസെൻ്റ് ആയിട്ട് നടന്ന ഈ ഒരു ഇയർത്തെയാണ് ഈ കണക്ക് ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലോവസ്റ്റ് സ്കോർ പറയുന്നത് 185 റൺസിന് 8 വിക്കറ്റ്. അത് വിട്. ടോട്ടൽ 6 4 അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ സ്റ്റാറ്റ്സ് നോക്കുന്ന സമയത്ത് ടോട്ടൽ ഇവിടെ ഈ ഒരു പിച്ചിൽ 27 മത്സരം നടന്നിട്ടുണ്ട്. 13 ഫസ്റ്റ് ബാറ്റിങ്ങും 14 സെക്കൻഡ് ബാറ്റിങ്ങുമാണ് വിൻ ചെയ്തിട്ടുള്ളത്. ഹയസ്റ്റ് സ്കോർ നോക്കുന്ന സമയത്ത് 233 റൺസാണ്. GT വേഴ്സസ് മുംബൈ. ഞാൻ പറഞ്ഞില്ലേ അതാണ് 2024 IPL അല്ലല്ലോ, 2023 IPL ആണ്. പിന്നെ ലാസ്റ്റ് സ്കോർ 102 ഓൾ ഔട്ട് നമ്മുടെ രാജസ്ഥാൻ വേണ്ടി കളിച്ചാണ്. അത് 2014 അഗെയിൻസ്റ്റ് സൺറൈസേഴ്സ്. 2016 വന്നത്. എവിടുത്തെ റെക്കോർഡ്? സോറി ഗൈസ്. അപ്പോൾ അത് ചെറിയൊരു മിസ്കമ്മ്യൂണിക്കേഷൻ ഒക്കെയാണ്. ലാസ്റ്റ് സ്കോർ മാത്രം അറിഞ്ഞാൽ മതി, ഏത് ടീമിൻ്റെ കൂടെ ഒന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്കോറും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ശുഭ്മാൻ ഗില്ലാണ് അത്യാവശ്യം ഈ ഒരു പിച്ചിൽ നല്ല രീതിയിൽ സ്കോർ എടുത്തിട്ടുള്ളത്. 129 റൺസ് എടുത്തിട്ടുണ്ട് 60 ബോൾസിൽ. അഗെയിൻസ്റ്റ് മുംബൈ ഇന്ത്യൻസിലൂടെ 2023 ഇവന്മാരെന്ത് സോറി ഗൈസ്, 2024 എന്നൊക്കെ 23 ആക്കിയാൽ മതി, അത്രയേ ഉള്ളൂ. മോസ്റ്റ് റണ്ണ് ശുഭ്മാൻ ഗില്ലാണ്. 12 ഇന്നിങ്സിൽ നിന്ന് 669 റൺസാണ് ഈ ഒരു ഗ്രൗണ്ടിൽ എടുത്തിരിക്കുന്നത്. ശുഭ്മാൻ ഗില്ലാണ് ഈ ഒരു പിച്ചിൽ 25 സിക്സ് അടിച്ചിരുന്നത് 12 ഇന്നിങ്സിൽ. ടോട്ടൽ ഫോർ 470. മോസ്റ്റ് ഫോറസ് 60 ഫോറസ് 12 ഇന്നിങ്സിൽ, അതും ശുഭ്മാൻ ഗില്ലാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇവനാണ് ഏറ്റവും കൂടുതൽ 50 ഒക്കെ അടിച്ചിരിക്കുന്നത്. ഇവൻ്റെ ഗ്രൗണ്ട് തന്നെയാണ്. മോസ്റ്റ് 100 അടിച്ച 2 പ്രാവശ്യം, 50 അടിച്ച 3 പ്രാവശ്യം. എന്തുവാ അത്? ബെസ്റ്റ് ബോളിംഗ് ഫിഗർ മോഹിത് ശർമ്മ, അതും ചീട്ടി. ഇനിയിപ്പോൾ ആരെങ്കിലും ഉണ്ടാ? അതും ചീട്ടൊക്കെയാണ്. 5 വിക്കറ്റിന് 10 ഓവേഴ്സിൽ. ഓക്കെ, അത് അഗെയിൻസ്റ്റ് മുംബൈ ഇന്ത്യൻസിലൂടെ 2023 മോസ്റ്റ് വിക്കറ്റ് മോഹിത് ശർമ്മ. പിന്നെന്ത്? മുഹമ്മദ് ഷമി. 2 GT പ്ലേയേഴ്സ്. ഇനി ആര് വേണം? എന്ത് വേണം? 20 വിക്കറ്റ് ഈച്ച്. 2 പേര് 20 വിക്കറ്റ് വെച്ച് 2023 ഈ ഒരു ഗ്രൗണ്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ആര്? മോഹിത് ശർമ്മയും ഷമിയും കൂടെ. അവരുടെ ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ. അതാണ്. പിന്നെ ഫസ്റ്റ് ഇന്നിങ്സ് 165, സെക്കൻഡ് ഇന്നിങ്സ്
അതായത് ടോസ് വന്നതിന് ക്യാപ്റ്റൻസി ഫസ്റ്റ് ബാറ്റിംഗ് ആണ് ചൂസ് ചെയ്യുക. ബോത്ത് ടീംസ് ഓഫ് ബാറ്റിംഗ് മാച്ചസ് ആവറേജ് സ്കോർ ഫസ്റ്റ് ഇന്നിംഗ്സ് 165 ഫസ്റ്റ് ഇന്നിംഗ്സ് ആവറേജ് സ്കോർ. അതുകൂടാതെ ടോപ്പ് ഓർഡർ ബാറ്റേഴ്സ് ആലേക്ക് സ്കോർ ഹാഫ് സെഞ്ചുറി. അതായത് ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാർ ഹാഫ് സെഞ്ചുറി അടിക്കാനുള്ള പോസിബിലിറ്റീസും കൂടുതലാണ്. ആ ഒരു കാര്യം കൂടെ മെയിൻ ആയിട്ട് എടുത്ത് ശ്രദ്ധിച്ച് വെച്ചോ. ഇനി കളിക്കാൻ പോകുന്ന പ്ലേയേഴ്സിനെ നോക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് 2-3 അപ്ലിക്കേഷൻസ് കിടിലൻ അപ്ലിക്കേഷൻസ് ആണ്. ഒന്ന് വീഡിയോ കണ്ടു നോക്കൂ. എന്തുകൊണ്ട് ഞാൻ ഇത് കളിക്കണം എന്ന് പറയുന്നതെന്ന് ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നമുക്ക് ഡ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ ഡ്യൂ ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 പ്ലേയേഴ്സിനെ കാണാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ആരാണോ അവരെ പിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഓപ്പോണന്റ് ഗെയ്ക്വാഡിനെ പിക്ക് ചെയ്യുന്നുണ്ട്. ഗെയ്ക്വാഡ് അല്ല, ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള സിരാജ് ആണെങ്കിൽ സിരാജിനെ പിക്ക് ചെയ്യുക. സിരാജിനെ പിക്ക് ചെയ്തതിന് ഗെയ്ക്വാഡ് പെട്ടെന്ന് ഔട്ടായി. സിരാജ് 2 വിക്കറ്റ് എടുത്ത് തന്നെ സിരാജിനെ ഓട്ടോമാറ്റിക് പോയിന്റ് കൂടുതൽ ഈസി ആയിട്ട് 58 രൂപയിട്ട് 100 രൂപ വിന്നായി. 58 മാത്രമല്ല 1000 ഉണ്ട്, 10000 ഉണ്ട്, ലക്ഷമുണ്ട്. ഫസ്റ്റ് പ്രൈസ് ലക്ഷമുണ്ട്. അപ്പോൾ ഈ 86 കളിക്കുമ്പോൾ ലക്ഷമുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് കളിക്കാമെന്നേ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. പിന്നെ അതുകൂടാതെ നമ്മുടെ ഡ്രീം ഇലവനിലൊക്കെ 299 രൂപ കൊടുത്ത് ജോയിൻ ചെയ്യുന്നത് ഇവിടെ വന്നതിന് 260 രൂപയ്ക്ക് കളിക്കാൻ സാധിക്കും. 260 രൂപയാണോ വലുത്, 299 ആണോ, അതായത് 300 ആണോ വലുത്? അപ്പോൾ 260 അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് കുബേര ഫാന്റസിയിലോട്ട് മാറുക. കാരണം ഇത്രയൊക്കെ നിങ്ങൾക്ക് എൻട്രി ഫീസ് നല്ല കുറവാണ്. അത് പിന്നെ അതുകൂടാതെ ഈസി ആയിട്ട് വിന്നാവുക, ഈ 2 കാര്യമുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മൾ പറയാൻ പോകുന്ന വിഷൻ ഇലവൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു കിടിലൻ ആപ്ലിക്കേഷനെ പറ്റി. ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയാൻ കാരണം എന്ന് വെച്ചാൽ GL ഒക്കെ ഇവർ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഡെയിലി ഫ്രീ ഗീവ് അവേസ് കൊടുക്കുന്നുണ്ട്. ഓരോ ദിവസവും 50,000 രൂപയ്ക്കൊക്കെയാണ് ഗീവ് അവേ കൊടുക്കുന്നത്. ആർക്ക് വേണ്ടി എന്തോ, അത് നിങ്ങൾക്ക് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും നഷ്ടമുണ്ടോ? 0 റുപ്പീസ് കൊടുത്ത് ജോയിൻ ചെയ്തിട്ട് ഫസ്റ്റ് 50,000 കിട്ടിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതുകൂടാതെ 260 കോൺടെസ്റ്റോളം വ്യത്യസ്തമായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാണോ അഫോർഡബിൾ അത് നോക്കി കളിക്കുക. അപ്പോൾ 6 രൂപയ്ക്കൊക്കെ കോൺടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത പറയാനുള്ളത് വേറെ സ്പോർട്സ് എന്ന് പറഞ്ഞ കിടിലൻ ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി വേണമെങ്കിൽ നമ്മുടെ കേരള ബേസ്ഡ് ആയിട്ടാണ് ഇവർ സീരിയസ് ലീഡർ ബോർഡൊക്കെ ഇറക്കിയിട്ടുണ്ട്. അതുകൂടാതെ ഇതിൽ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 40 രൂപയ്ക്കും 30 രൂപയ്ക്കും GL ഒക്കെ ഉണ്ട്. അതുകൂടാതെ എൻട്രി ഫീസ് ഒക്കെ വെറും 1 രൂപ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 1 രൂപയ്ക്ക് വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇവിടെ ഉണ്ട്. അതാണ് ഞാൻ ഇനി പറഞ്ഞു വന്നത്. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് ഇവിടെ നിന്നും കളിക്കാൻ സാധിക്കും. അപ്പോൾ ഈ 3 ആപ്ലിക്കേഷനും എൻട്രി ഫീസ് കുറവാണ്, ലെസ് കോമ്പറ്റീഷൻ, ഈസി ടു വിൻ, യൂസർ ഫ്രണ്ട്ലി ആണ്. നമ്മൾ ഡ്രീം ഇലവനിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ യൂസർ ഇൻ്റർഫേസ് ഒക്കെ പക്കയാണ്. അത് ഞാൻ ഒരിക്കലും താഴ്ത്തി പറയില്ല. ബട്ട് ഇറ്റ് വാസ് ഗുഡ് എബൌട്ട് നിങ്ങൾ ആ ഒരു പേയ്മെൻറ്റിൻ്റെ ഈ ഡിഫറൻസ് ഒക്കെ നോക്കുമ്പോൾ ഇത് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നല്ല ഈസി ആയിട്ട് കളിക്കും, വിന്നാകുകയൊക്കെ ചെയ്യും. അതുകൂടാതെ ഞാൻ ബാറ്റ് ബോൾ ഇലവനും ചോയ്സ് ഇലവനും കളിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കിയാൽ കിട്ടും. അതുകൂടാതെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ മര്യാദയ്ക്ക് ജോയിൻ ചെയ്തോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് തിരിച്ചു വരാം. കളിക്കാൻ പോകുന്ന 11 പ്ലേയേഴ്സിനെ പറ്റി നോക്കാം. നമ്മുടെ മുംബൈ ഇന്ത്യൻസ് നോക്കുമ്പോൾ രോഹിത് ശർമ്മ, ഇഷാൻ കിഷൻ, തിലക് വർമ്മ, അതുകൂടാതെ ഹർദിക് പാണ്ഡ്യ, ടിം ഡേവിഡ് അല്ലെങ്കിൽ ഡേവിഡ് ബ്രൈസ് അല്ലെങ്കിൽ നമ്മുടെ മുഹമ്മദ് നബി ആയിരിക്കും ഇറങ്ങുക. അതുകൂടാതെ നെഹൽ വധേര, പീയൂഷ് ചൗള, അതുകൂടാതെ നോവാൻ തുഷാര, ജാസ്പ്രീത് ബുംറ, ലൂക്ക് വുഡ് ഇത്രയും പേരാണ് ഉള്ളത്. വുഡ് മറ്റേ ഇംഗ്ലണ്ട് ഫാസ്റ്റ് ബോളർ അവൻ. പിന്നെ GT നോക്കുന്ന സമയത്ത് ശുഭ്മാൻ ഗിൽ, സാഹ, സായി സുദർശൻ, വില്യംസൺ, വിജയ് ശങ്കർ, ഡേവിഡ് മില്ലർ, അതുകൂടാതെ രാഹുൽ തിവാട്ടിയ, റാഷിദ് ഖാൻ, മോഹിത് ശർമ്മയാണ്, നൂർ അഹമ്മദ്, ഉമേഷ് യാദവ് ഇത്രയും പേരാണുള്ളത്. മുഹമ്മദ് ഷമി കളിക്കുന്നില്ല. ഐ തിങ്ക് ഹീസ് വാസ് ഇഞ്ചുറിയിലാണെന്നൊക്കെ തോന്നുന്നു. ഐ ഡോണ്ട് നോ. അപ്പോൾ നമ്മുടെ പ്രിവ്യൂ ടീമിലോട്ട് കിടക്കാം. ഇതിൽ ഞാൻ ടീം ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത് ഒരു കാര്യം എന്താണെന്ന് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെയാണ് ഹോം ഗ്രൗണ്ട്? ആരുടെയാ? ഗുജറാത്തിൻ്റെ അല്ലേ? അപ്പോൾ ഗുജറാത്ത് വിന്നാവാനുള്ള പോസിബിലിറ്റീസ് ലോ ആണോ ഹൈ ആണോ? ഹൈ ആണ്. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് ഷുവറാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഗുജറാത്തിനെ സപ്പോർട്ടായിട്ട് 1-2 ടീം ഇടുക. നിങ്ങൾ GL ഒക്കെ ഒരുപാട് ടീം ഇടുന്നവരാണെങ്കിൽ അത്രേ പറയാനുള്ളൂ. പിന്നെ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ബാറ്റിംഗ് ആണെങ്കിലും ബോളിംഗ് ആണെങ്കിലും. ഇപ്പോൾ 2 ബോളേഴ്സിനെ ഗുജറാത്തിൽ നിന്ന് എടുത്താൽ മുംബൈ ഇന്ത്യൻസിൽ നിന്ന് 2 ബോളേഴ്സിനെ എടുക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ നമ്മുടെ ജാസ്പ്രീത് ബുംറ എടുത്തു. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ടീമിൽ നിന്ന് ഇപ്പോൾ നമ്മൾ മോഹിത് ശർമ്മ എടുത്തു. ഓക്കെ, അവിടെ അത് ടാലിയായി. ഇനി റാഷിദ് ഖാനെ എടുത്തു. അപ്പോൾ നമ്മുടെ മുംബൈ ഇന്ത്യൻസിന് ആരെ എടുക്കും? ഓൾറൗണ്ടേക്ക് പോവുകയാണെങ്കിൽ പോവാം. മുഹമ്മദ് നബി എടുക്കാം. ഓക്കെ, അപ്പോൾ അവിടെ ബോളിംഗ് അത് ടാലിയായി. പിന്നെ അതുകൂടാതെ നമ്മൾ ഹർദിക് പാണ്ഡ്യ എടുക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ നമുക്കിനി വിക്കറ്റ് കീപ്പേഴ്സിലോട്ട് പോവാം. ഇഷാൻ കിഷനെ എടുത്തു. ഓക്കെ, ഇഷാൻ കിഷനാണ്, സാഹയെ പോയി. ഓക്കെ, അതുപോലെ തന്നെ ശുഭ്മാൻ ഗിൽ ഒരു ബാറ്റ്സ്മാൻ, മുംബൈയിൽ നിന്ന് ഒരു ബാറ്റ്സ്മാൻ. KM വില്യംസൺ വേണേൽ GT നിന്ന് എടുക്കാം. GT നിന്ന് എടുത്തു. സായി സുദർശൻ നല്ലൊരു ഓപ്ഷനാണ്. നല്ല കിടിലൻ പ്ലെയറാണ്, ഒന്നും നോക്കാനില്ല. ഇപ്പോൾ നമ്മുടെ ടീം നോക്കുകയാണെങ്കിൽ ഇനി 2 പേരെ എടുക്കാം. ഇപ്പോൾ നമ്മുടെ മുംബൈയിൽ 5 പേരായി, GT 4 പേരായി. ഇപ്പോൾ ഇതിലിപ്പോൾ ഇനിയിപ്പോൾ സ്ട്രോങ് അല്ല എന്ന് തോന്നുന്നത് ഒരു ഓൾറൗണ്ടർ നമ്മുടെ ഗുജറാത്തിൽ നിന്നുണ്ടെങ്കിൽ നന്നായി എന്ന് തോന്നി. അപ്പോൾ രാഹുൽ തിവാട്ടിയ നല്ലൊരു ഓപ്ഷനാണ്. ഒംറാസി ഇറങ്ങുകയാണെങ്കിൽ അദ്ദേഹത്തെ എടുക്കുക. കോട്ട്സെ ഉണ്ടെങ്കിൽ കോട്ട്സെ,
നമുക്ക് മുംബൈയിൽ നിന്ന് വേണമെങ്കിൽ ഒരു ബോളർ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മുടെ മുംബൈയിൽ ഒരു ബാറ്റ്സ്മാൻ കൂടി ഉണ്ടെങ്കിൽ നന്നായി എന്നൊരു തോന്നലുണ്ട്, അല്ലെങ്കിൽ ഒരു ബോളറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായി എന്ന് തോന്നുന്നു, ഒരു ഫാസ്റ്റ് ബോളർ. അപ്പോൾ അടുത്ത ഫാസ്റ്റ് ബോളർ മുംബൈയിൽ നിന്ന് ആരാണോ ഇറങ്ങുന്നത് അദ്ദേഹത്തെ എടുക്കുക. അപ്പോൾ നമുക്ക് തുഷാർ ആണെങ്കിൽ തുഷാർ എടുക്കുക, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കോട്സ് ആണെങ്കിൽ കോട്സ് എടുക്കുക. അപ്പോൾ തൽക്കാലം കോട്സ് എടുക്കുക, അല്ലെങ്കിൽ പിന്നെ വുഡൊക്കെ ഇറങ്ങുകയാണെങ്കിൽ വുഡിനെ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ടീമിൽ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ വുഡ് ഇറങ്ങുന്നതാണ് എൻ്റെ ഒരു അറിയിപ്പ് വെച്ച് തോന്നിയത്, അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തെ എടുത്തത്. അപ്പോൾ നമുക്ക് ക്യാപ്റ്റൻ VC ഓപ്ഷൻസ് ഇത് ഇരു ടീമുകളിലും നമ്മളൊരു സെയിം അഡ്വാൻറ്റേജ് കൊടുക്കണം. ക്യാപ്റ്റൻസി ഞാൻ ഹർദിക് പാണ്ഡ്യ, ഡോൺ അബൌട്ട് ദാറ്റ്. ഓക്കെ, വൈസ് ക്യാപ്റ്റൻ ഞാൻ ശുഭ്മാൻ ഗില്ലിനെ കൊടുത്തു, കാരണം അവന് നല്ല രീതിക്ക് ഈ ഒരു ഗ്രൗണ്ടിൽ റെക്കോർഡ്സ് ഉണ്ട്. പ്രിവ്യൂ ടീം നോക്കാം, ഇഷാൻ കിഷൻ, രോഹിത് ശർമ്മ, കെയിൻ വില്യംസൺ, ശുഭ്മാൻ ഗിൽ, മുഹമ്മദ് നബി, രാഹുൽ തിവാരി, ഹർദിക് പാണ്ഡ്യ, ജാസ്പ്രീത് ബുംറ, മോഹിത് ശർമ്മ, ലൂക്ക് വുഡ്, അതുകൂടാതെ റാഷിദ് ഖാൻ. ഇത്രയും പേരാണ് നമ്മുടെ ടീമിലുള്ളത് ഫ്രണ്ട്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യുക. പ്രിവ്യൂ ടീമാണ് ഇത്. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലിടുക. ടെലിഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്ത്, അല്ലെങ്കിൽ മറക്കാതെ തന്നെ ജോയിൻ ചെയ്തു. അവസാനം എൻ്റെ അടുത്ത് ടീം കിട്ടിയില്ല എന്നൊന്നും പറയണ്ട. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. സബ്സ്ക്രൈബ് ചെയ്തവരെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ, അത്രേ എനിക്ക് പറയാനുള്ളൂ. ബൈ.